ഇതിന്റെ ചെയ്തത് ഔട്ട് ഓഫ് പ്രോട്ടോകോളാണ്. ഞാനൊരു പാർട്ടി മീറ്റിംഗിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാം കാണാൻ വേണ്ടി വന്നതാണ്. എന്നാലും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങളെല്ലാവരും ആദരിക്കുന്ന യോഗത്തിൽ എത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പം ആരോഗ്യം പിന്നോട്ട് തൊണ്ടയിൽ ഇറങ്ങിക്കുന്നതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്നിരുന്നാലും രാഷ്ട്രീയത്തിന് ഈ പൊങ്കാല സമയത്ത് നിങ്ങളെല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നത് നേരിൽ കണ്ട് അതിന്റെ ഭാഗമായ ഒരാളെന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം ചിന്തിക്കുമ്പോൾ നമ്മളെ പോലത്തെ രാഷ്ട്രീയക്കാർ എല്ലാ പക്ഷത്തിലും ആളുകളുണ്ടെങ്കിലും ഇതിനെ വിജയമാക്കിയതിന്റെ പ്രധാനപ്പെട്ട കല്ലുകൾ താഴെ ഈ 101 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ പോലത്തെയുള്ള ജീവനക്കാരാണ്. അതിന് സഹായിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ കൂടിയാണെന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി തന്നെ നിങ്ങളോട് പറയുകയാണ്. അതിലുള്ള ഒരു വലിയ സന്തോഷമായി നിങ്ങളൊക്കെ കൂടുമ്പോൾ ഇത്തരത്തിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. രാഷ്ട്രീയം പറയും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ആത്യന്തികമായി നമ്മളെല്ലാവരും രാഷ്ട്രീയ വ്യത്യാസം പറയുന്നതൊക്കെ ഈ നാടിന് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു കാര്യം അറിയിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ വന്നപ്പോഴും മമ്മൂട്ടി പാടുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്പെഷ്യൽ ഡേ ആയിട്ട് ചിരിക്കേണ്ടപ്പോൾ മാധുരിയോ ചിത്രത്തിൽ ചെയ്താന്ന് വിചാരിച്ചു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല മിടുക്കനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ നടത്തുമ്പോൾ ഈ കോർപ്പറേഷൻ കൗൺസിലർമാരെ മറ്റാളുകളെ വിളിക്കാനുള്ള ഇതൊക്കെ ചെയ്യണം. ഞാൻ വെറുതെ ഒരു 3 വർഷം നൃത്തം പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് നമുക്കിനി രാവിലെ പാട്ട് മത്സരത്തിൽ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എല്ലാ ആശംസകളും നേരിടുന്നു. നമസ്കാരം. ചെയ്തു ഒരു വലിയ യജ്ഞത്തിന് ശേഷം ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ശുചീകരണ യജ്ഞം മാത്രമല്ല, കഴിഞ്ഞ 2 മാസക്കാലം നടന്നു വന്ന നിരന്തരമായ ക്രമാനുഗതമായ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തിയിൽ കഴിഞ്ഞ 2 വർഷം മുടങ്ങിയ ഒരാഘോഷത്തിന് നമ്മൾ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത് ഈ ഭരണസമിതി പിച്ച വെച്ച് തുടങ്ങിയ കാലമാണ്. എല്ലാവരും വലിയ ആശങ്കയോടെ ഇതെങ്ങനെയാണ് എന്ന് ഉറ്റുനോക്കിയ ആ 2 മാസക്കാലം നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യത്തിൽ മാത്രമല്ല, നഗരസഭയുടെ അടുത്ത 1 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം രൂപപ്പെടുത്തേണ്ട സമയത്ത് അതിന് സമാന്തരമായി തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ശ്രീ ദീപക് പറഞ്ഞതുപോലെ എക്കാലത്തെയും പോലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാം സഹായവും സഹകരണവും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ തിരുവനന്തപുരം നഗരസഭയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം നഗരസഭയിലെ എല്ലാ ജീവനക്കാരും മേയറുടെയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരുടെയും നഗരസഭയിലെ 101 കൗൺസിലർമാരുടെയും ഇവിടെ ഇരിക്കുന്നതിന് വേർതിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അപ്പർ ലെയർ ടീമിന്റെയും ഒക്കെ അക്ഷീണമായ പരിശ്രമം, പ്രയത്നം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മേയർ പറഞ്ഞതുപോലെ ജീവനക്കാരെ എല്ലാം ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും അതിപ്രസരമില്ലാതെ എല്ലാവരും കൂട്ടായി നടത്തുന്ന ഭാവിയിൽ നടത്തേണ്ട യജ്ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ കുറച്ചു മുമ്പ് മേയർ സവിസ്തരം പ്രതിപാദിച്ചതുപോലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വളരെ വിശദമായി പറഞ്ഞതുപോലെ ആ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്നിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയേറെ സമ്മാനങ്ങൾ, പ്രോത്സാഹനങ്ങൾ എല്ലാം നൽകാനുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ കൂടുതലായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഈ മഹായജ്ഞത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം.